കൗമാരപ്രായം പിന്നിട്ട് മക്കൾ വളർന്നു വരുമ്പോഴേക്കും മാതാപിതാക്കളുടെ ഉള്ളിൽ വലിയ ആശങ്കയുണ്ടാകും. അവരുടെ പഠനം, ജോലി, ഭാവി ജീവിതം, അങ്ങനെ കുറേ സ്വപ്നങ്ങളും ഉണ്ടാകും അല്ലേ? എന്നാൽ അതിനിടെ കുട്ടികളുടെ ജീവിതത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് അച്ഛനമ്മമാർ ശ്രദ്ധിക്കാറുണ്ടോ? അവരുടെ സ്വഭാവത്തിലെ മാറ്റങ്ങൾ പോലും തിരിച്ചറിയാൻ പലർക്കും കഴിയാറില്ല. കാസർഗോഡ് കുറ്റിക്കോലിലെ ഒരു വീട്ടിലുണ്ടായ ദുരന്തം നമുക്കൊക്കെ ഒരു പാഠമാകേണ്ടതാണ്. നഴ്സിംഗ് വിദ്യാർത്ഥിനിയായ മകളുടെ നിലവിളി ശബ്ദം കേട്ടാണ് വീട്ടുകാർ രാവിലെ ഉറക്കമുണർന്നത്. മുറിയിൽ നോക്കിയപ്പോൾ മകൾ മഹിമ തൂങ്ങി നിൽക്കുന്നു. പെൺകുട്ടിയുടൻ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴി വീണ്ടും ദുരന്തം. വാഹനം അപകടത്തിൽപ്പെട്ട് മഹിമയുടെ മരണം സംഭവിച്ചു. പെൺകുട്ടിയുടെ അമ്മയ്ക്കും സഹോദരനും സാരമായ പരിക്കുകളുണ്ട്. വീട്ടിലെ കിടപ്പുമുറിയിൽ തൂങ്ങിയ നിലയിൽ കണ്ട നഴ്സിംഗ് വിദ്യാർത്ഥിനി മരിച്ച സംഭവം കുറ്റിക്കോൽ ബേത്തൂർപ്പാറ ഗ്രാമത്തെ കണ്ണീരിലാഴ്ത്തി. കുറ്റിക്കോൽ ബേത്തൂർപ്പാറ തച്ചാർകൂണ്ട് വീട്ടിൽ പരേതനായ ബാബുവിന്റെ മകൾ 20-കാരിയായ മഹിമയാണ് മരിച്ചത്. രാവിലെ 8 മണിയോടെ വീടിനകത്ത് മുറിയിൽ തൂങ്ങിയ നിലയിൽ മഹിമയെ കാണുകയായിരുന്നു. ഈ സമയത്ത് മഹിമയ്ക്ക് ജീവനുണ്ടായിരുന്നുവെന്നാണ് പറയുന്നത്. അമ്മ വനജയും സഹോദരൻ മഹേഷും ഉടൻ തന്നെ മഹിമയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ഇതിനിടെ ഇവർ സഞ്ചരിച്ച കാർ പടിമരുതിൽ അപകടത്തിൽപ്പെടുകയായിരുന്നു. വിവരമറിഞ്ഞ് നാട്ടുകാർ ഇവർ 3 പേരെയും മറ്റൊരു വാഹനത്തിൽ കാസർഗോഡ് ചെർക്കള ആശുപത്രിയിലെത്തിച്ചു. എന്നാൽ അപ്പോഴേക്കും മഹിമ മരിച്ചിരുന്നു. രാവിലെ 6 മണിക്ക് ശേഷമാകാം മഹിമ തൂങ്ങിയതെന്നാണ് അനുമാനിക്കുന്നത്. എന്നാൽ ആത്മഹത്യ ചെയ്യുവാനുള്ള കാരണം വ്യക്തമായിട്ടില്ല. തൂങ്ങിയതിന്റെ ആണോ കാർ അപകടത്തിൽപ്പെട്ടാണോ മരണം സംഭവിച്ചെന്ന കാര്യത്തിൽ സ്ഥിരീകരണമുണ്ടായിട്ടില്ല. പോസ്റ്റ്മോർട്ടത്തിൽ മാത്രമേ ഇക്കാര്യം വ്യക്തമാകുകയുള്ളൂ. ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ ജീവനുണ്ടായിരുന്നുവെന്നാണ് അമ്മയും സഹോദരനും വ്യക്തമാക്കിയത്. കാസർഗോഡ് നുള്ളിപ്പാടിയിൽ നഴ്സിംഗ് വിദ്യാർത്ഥിനിയായിരുന്നു മഹിമ. ന്യൂസ് 18 കാസർഗോഡ്.